ആലപ്പുഴയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുജയ്. ഞാൻ ടൂൾ ആൻഡ് ഡൈ മേക്കർ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് IT കോഴ്സായ ടൂൾ ആൻഡ് ഡൈ മേക്കറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. 2 വർഷത്തെ കോഴ്സാണ് ടൂൾ ആൻഡ് ഡൈ മേക്കർ. പണ്ട് 3 വർഷമായിരുന്നു. അത് പുതിയ സിലബസ് പരിഷ്കരണത്തിന്റെ ഭാഗമായി എല്ലാ IT കോഴ്സുകളും 2 വർഷത്തിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ആദ്യം ഒരു 3-4 കോഴ്സുകളാണ് 3 വർഷത്തെ കോഴ്സുകളായി ഉണ്ടായിരുന്നത്. ആ കോഴ്സ് നമ്മൾ എല്ലാ IT കോഴ്സുകളും 2 വർഷത്തേക്ക് ആക്കിയതിന്റെ ഭാഗമായി ടൂൾ ആൻഡ് ഡൈ മേക്കർ എന്ന കോഴ്സും 2 വർഷത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും IT-കളിലെ 2 ടൂൾ ആൻഡ് ഡൈ മേക്കർ കോഴ്സ് 2 എണ്ണമുണ്ട്. ഒന്ന് പ്രസ് ടൂൾസ് ആൻഡ് ജിഗ്സ് ആൻഡ് ഫിക്സർ എന്ന് പറഞ്ഞ കോഴ്സും രണ്ടാമത്തെ ഡൈസ് ആൻഡ് മോൾഡ് എന്ന് പറഞ്ഞ കോഴ്സുമാണ് ഉള്ളത്. നമ്മളിവിടെ ചെയ്യുന്നത് ടൂൾ ആൻഡ് ഡൈ മേക്കർ പ്രസ് ടൂൾ ആൻഡ് ജിഗ്സ് ആൻഡ് ഫിക്സർ എന്ന് പറഞ്ഞ കോഴ്സാണ് നമ്മൾ ഈ IT ചെയ്യിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തെ കോഴ്സാണ്. മെക്കാനിക്കൽ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്, ഏതൊക്കെ മെഷീൻസ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ കൊച്ചു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഏതൊരു എഞ്ചിൻ ട്രേഡിലേക്ക് വന്നാലും നമ്മൾ ആദ്യം പറയുന്നത് സേഫ്റ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഇയർ നമ്മൾ ആദ്യമായി വരുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രാക്ടീസ് ആണ്. എങ്ങനെയെല്ലാമാണ് നമ്മൾ ടൂൾ റൂമിൽ സേഫ്റ്റി പാലിക്കേണ്ടത്, അതേപോലെ ഓരോ ഹാൻഡ് ടൂളുകളോ അല്ലെങ്കിൽ മെഷീനറീസോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം മുതലായ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ സേഫ്റ്റി, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്ന് നമ്മൾ ചെയ്യുന്നത് സേഫ്റ്റി പ്രാക്ടീസിന് ശേഷമാണ് നമ്മൾ വർക്കിലേക്ക് കടക്കുന്നത്. അപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് ട്രേഡിലും പ്രധാനമായി പറയുന്നത് നമ്മൾ ട്രേഡ് പഠിക്കുന്നതിനേക്കാൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യാൻ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വർക്ക് നമുക്ക് എങ്ങനെ സുരക്ഷിതമായ രീതിയിൽ ചെയ്തു തീർക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സേഫ്റ്റിയാണ്. അത് എല്ലാ ട്രേഡും, ഏത് ട്രേഡിൽ പോയാലും ശരി, നമുക്ക് ആദ്യം പഠിക്കാനുള്ള സേഫ്റ്റിയെ കുറിച്ചാണ്. നമുക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും എന്തെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസ്, എന്തെല്ലാം കാര്യങ്ങൾ എടുക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. തുടർന്ന് നമുക്ക് പഠിക്കാനുള്ള ഫിറ്റിംഗ് ആണ്. ഇപ്പോൾ എല്ലാ ട്രേഡിലും, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ പോയാൽ തന്നെ എല്ലാ ട്രേഡുകളും നമ്മൾ ആദ്യം തന്നെ പോയാൽ നമുക്ക് ചെയ്യാനുള്ളൊരു വർക്കാണ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞ വർക്ക്. അപ്പോൾ ഫിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളുണ്ട്. ഇപ്പോൾ ഫിറ്റിംഗ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞാൽ നമ്മൾ വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ട്രേഡ് പഠിച്ച കുട്ടിക്കൊക്കെ മനസ്സിലാകും എന്താണ് ഫിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഫിറ്റിംഗ് ചെയ്യാനാണ് നമുക്ക് ആദ്യമുള്ള നമ്മുടെ സിലബസ് ഉള്ളത്. അപ്പോൾ ഫിറ്റിംഗുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് വർക്കുകളും അതിനാവശ്യമായ ടൂൾസും അതിന്റെ തിയറിയും അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മുൻകരുതലുകളും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ വരുന്നതാണ് പ്രധാനമായിട്ടും ഹാൻഡ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്. ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഹാമർ ആവാം, സ്പാനർ, അങ്ങനത്തെ ഹാൻഡ് ടൂളുകൾ. അതേപോലെ തന്നെ കട്ടിംഗ് ടൂൾസ് ആയ ഫൈൽസ്, ചിസൽസ് മുതലായ ടൂളുകൾ. അതുപോലെ മാർക്കിംഗ് ടൂളുകൾ, വിവിധ തരം മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ്. അതേപോലെ തന്നെ മെഷറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെട്രോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പോൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് പ്രിസിഷൻ ആയിട്ടുള്ളതും നോൺ പ്രിസിഷൻ ആയിട്ടുള്ളതുമായ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് മെട്രോളജി എന്നാണ്. മെട്രോളജി ഇൻസ്പെക്ഷൻ. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഗേജസുകളാണ്, വിവിധ തരം ഗേജുകൾ. അതേപോലെ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, എന്തെല്ലാം ലിമിറ്റ് സൈസുകൾ നമ്മൾ നൽകുന്നുണ്ട്, എത്രമാത്രം നമുക്കൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോളറൻസ് നൽകുന്നുണ്ട്, എത്ര ഫിറ്റിംഗ് അതിനാവശ്യമുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ വരുന്ന ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. മെറ്റലർജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, മെറ്റൽസ്, വിവിധതരം മെറ്റലുകൾ, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, അതേപോലെ തന്നെ അതിന്റെ വിവിധ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ മുതലായ കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഫിറ്റിംഗ് ട്രേഡുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. മെഷറിംഗ് ടൂൾസുകൾ, ഹാൻഡ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, നേരത്തെ പറഞ്ഞ ഗേജസുകൾ, മെറ്റൽസിന്റെ വിവിധ സ്വഭാവങ്ങൾ, അതിന്റെ പ്രോപ്പർട്ടീസ് മുതലായ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് പറഞ്ഞാൽ വിവിധ തരം മെഷീനറീസിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ ഫിറ്റിംഗ് എന്ന് പറഞ്ഞ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് മെഷീനറീസിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ മെഷീനറീസ് ആയ കൺവെൻഷണൽ മെഷീൻസ് ആയ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് പഠിക്കാനുണ്ട്. വിവിധതരം ഡ്രില്ലിംഗ് മെഷീൻസ്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അതിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ്, അതിന്റെ മറ്റ് പാർട്സുകൾ, അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ
പഠിക്കാനുള്ളതാണ്. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ലെയ്ത്ത് മെഷീനെ കുറിച്ച്. ലെയ്ത്തിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ലെയ്ത്ത് മെഷീൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ലെയ്ത്ത് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ടർണർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് 2 വർഷത്തെ NCVT കോഴ്സാണ്. ആ കോഴ്സിൽ മൊത്തം അവർ പഠിക്കുന്നത് ലെയ്ത്തിനെ കുറിച്ചാണ്. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ വിവിധ തരം ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ലെയ്ത്തിൽ നമുക്കൊരു 10ഓളം ഓപ്പറേഷൻസ് നമ്മൾ ലെയ്ത്ത് മെഷീനിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ വിവിധ ലെയ്ത്ത് മെഷീൻസ്, അതിന്റെ പാർട്സ് വലിയൊരു ടോപ്പിക്കാണ്. അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് സെമ്മിലേക്ക് കടക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ 6 മാസത്തേക്ക് കടക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ സെക്കൻഡ് സെമ്മിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മില്ലിംഗ് എന്ന് പറയുന്ന മെഷീനാണ്. അപ്പൊ ലെയ്ത്ത് പോലെ തന്നെ മറ്റൊരു മെഷീനാണ് മില്ലിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മില്ലിംഗ് മെഷീനെ കുറിച്ച് നമുക്ക് ചെയ്യാനുണ്ട്. വിവിധ തരം മില്ലിംഗ് മെഷീനറീസ്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അത് വെച്ച് നമുക്ക് എന്തെല്ലാം ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, അതിന്റെ പാർട്സ്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ്സ്, അതുപോലെ തന്നെ മില്ലിംഗിൽ നമുക്ക് ഗിയർ കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൽ പഠിക്കണം അടുത്ത മെഷീനറി എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് മെഷീനാണ്. ഗ്രൈൻഡിങ് മെഷീൻസ്, വിവിധതരം ഗ്രൈൻഡിങ് മെഷീൻ, ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻ, അതേപോലെ തന്നെ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ, സിലിണ്ടറിക് ഗ്രൈൻഡിങ് മെഷീൻ മുതലായ ഗ്രൈൻഡിങ് മെഷീൻസ്, അതിൽ വീലുകൾ എങ്ങനെ നിർമ്മിക്കുന്നു, അതിലെ അബ്രസീവ്സിനെ കുറിച്ച് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിനെ കുറിച്ചാണ്. വെൽഡിങ്, വിവിധതരം വെൽഡിങ്ങുകൾ, ആർക്ക് വെൽഡിങ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, അതുപോലെ തന്നെ മിഗ് വെൽഡിങ് മുതലായ വെൽഡിങ് ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് സെക്കൻഡ് സെമ്മിൽ പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ CAD CAM ആണ്. ഓട്ടോ കാഡിന്റെ ബേസിക്സ് പഠിക്കാനുണ്ട്. ഓട്ടോ കാഡ് പ്രോയും 2 സോഫ്റ്റ്വെയറുകളാണ്. ആ സോഫ്റ്റ്വെയറുടെ ബേസിക്കലി നമുക്ക് ഡ്രോയിങ്സ് വരയ്ക്കാനുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അതിന്റെ ബേസിക്സ് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിറ്റിംഗ്, അതുപോലെ തന്നെ മറ്റ് കൺവെൻഷണൽ മെഷീനറീസ് ആയ ഡ്രില്ലിങ്, ലെയ്ത്ത്, മില്ലിങ്, ഗ്രൈൻഡിങ് മുതലായ ഇതെല്ലാ മെഷീനറീസും, കൺവെൻഷണൽ എല്ലാ മെഷീനറീസും നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ വെൽഡിംഗ് പഠിക്കാനുണ്ട്. വെൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ട്രേഡ് ഉണ്ട്. ആ ട്രേഡ് NCVT ട്രേഡാണ്. ആ ട്രേഡിൽ ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ മെഷീനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രേഡ്, 2 വർഷത്തെ ട്രേഡ് ഉണ്ട് ITയിൽ. ആ മെഷീനിസ്റ്റ് ചെയ്യുന്ന വർക്കുകളാണ് ഈ പറഞ്ഞതെല്ലാം. എന്നുവെച്ചാൽ ലെയ്ത്ത് ഓടിക്കണം, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് ചെയ്യണം, ഈ പറഞ്ഞ മെഷീനറീസ് എല്ലാം റൺ ചെയ്യുക എന്നുള്ളതാണ് മെഷീനിസ്റ്റിന്റെ പർപ്പസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കോഴ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ NCVT 2 വർഷം കൊണ്ട് ചെയ്യുന്ന 3 കോഴ്സുകളും നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഫിറ്റർ, മെഷീനിസ്റ്റ്, വെൽഡർ മുതലായ കോഴ്സുകൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ പഠിച്ച് തീർക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ചില സാധാരണ ട്രഡീഷണൽ അല്ലാത്ത മെഷീനറീസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ EDM, വയർ കട്ട് മുതലായ മെഷീനറീസ് ഉണ്ട്. അതിന്റെ പ്രവർത്തനമാണ് നമുക്ക് സെക്കൻഡ് ഇയറിലായാലും നമുക്ക് പഠിക്കാൻ വരുന്നത്. അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് ടൂൾ ആൻഡ് കട്ടർ മെഷീൻ, അതേപോലെ പാൻറ്റോഗ്രാഫ് മെഷീനറീസ്. ഇതെല്ലാം നമുക്ക് വരുന്നത് തേർഡ് സെമ്മിലാണ്. പിന്നെ വരുന്നതാണ് CNC മെഷീനറീസ്. CNC എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ മാനുവലി പ്രവർത്തിപ്പിക്കുന്ന മെഷീനറീസ് ആണ്. ഇനി ഈ മെഷീനറീസ് എല്ലാം പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ്. അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ അഥവാ CNC എന്ന് വിളിക്കുന്നത്. അത്തരം മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ, അതിലെ പ്രോഗ്രാമിംഗ് ബേസിക്സ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തേർഡ് സെമ്മിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. തേർഡ് സെമ്മിൽ തന്നെ വരുന്നതാണ് നമ്മുടെ കോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടൂൾ ആൻഡ് ഡൈ മേക്കർ, പ്രസ് ടൂൾസ്, ജിഗ്സ് ആൻഡ് ഫിക്സർ എന്ന ഭാഗം. അപ്പൊ പ്രധാനമായിട്ട് വരുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ബാക്കിയെല്ലാം കോമൺ ആണ്. 2 ടൂൾ ആൻഡ് ഡൈ മേക്കർ കോഴ്സിനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങളാണ് 2 പേരും മാറി പഠിക്കുന്നത്. ചിലവർ ഡൈസ് ആൻഡ് മോൾഡ് പഠിക്കുന്നു, നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പ്രസ് ടൂൾസ് ആൻഡ് ജിഗ്സ് ആൻഡ് ഫിക്സർ ആണ്. അപ്പൊ അതിലെ ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സിനെ കുറിച്ച്, വിവിധതരം ജിഗുകൾ, ഫിക്സ്റ്ററുകൾ, അതിന്റെ പാർട്സ്, അതിന്റെ പ്രാധാന്യം, എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നു മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് തേർഡ് സെമ്മിൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഫോർത്ത് സെമ്മിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ വിവിധതരം പ്രസ് ടൂൾസ്, ആ വിവിധതരം പ്രസ് ടൂൾസ്, അവയുടെ പ്രവർത്തനം, അവ വെച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് മുതലായ കാര്യങ്ങൾ നമുക്ക് ഫോർത്ത് സെമ്മിൽ പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ബ്ലാങ്കിങ്, പിയേഴ്സിങ് മുതലായ ടൂൾസ്, ബ്ലാങ്കിങ് ടൂളുകൾ, പിയേഴ്സിങ് ടൂള്, ബെൻഡിങ് ടൂളുകൾ, ഇതെല്ലാം നമുക്ക് ഫോർത്ത് സെമ്മിൽ പഠിക്കാൻ വരുന്നുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ
അഡ്വാൻസ് ആയിട്ടുള്ള ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക് സിസ്റ്റങ്ങളെ കുറിച്ചും നമുക്ക് ഫോർത്ത് സെമ്മിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2 വർഷം കൊണ്ട് ഈ NCVT കോഴ്സായ ടൂൾ ആൻഡ് ഡൈ മേക്കറിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ടൂൾ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാവിധ ഉപകരണങ്ങളും എല്ലാവിധ മെഷീനറീസും അവയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളും അതേപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റും ടൂൾസും ഇതെല്ലാം നമുക്ക് ഈ കോഴ്സിൽ പഠിക്കാൻ വരുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റർ, മെഷീനിസ്റ്റ് പ്ലസ് വെൽഡർ 3 പേരുടെ കോഴ്സും നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആണ് നമ്മൾ കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഈ കോഴ്സിൽ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.